ഖുതുബ അത് തിരിയേണ്ടതുണ്ടോ? ഖുതുബ മനസ്സിലാകുന്നതിനെക്കുറിച്ച് എന്താണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളുടെ നിഹായയുടെ 2-ാം വാള്യം 123-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കാണാം. വ അജാബൽ ഖാദി ഹുസൈൻ റഹിമഹുല്ല മറുപടി പറഞ്ഞു. അൻ സുആലി മാ ഫായിദത്തുൽ ഖുതുബത്തി ബിൽ അറബിയത്തി ഇദാ ലം യഅരിഫുൽ ഖൗമു. ഈ എന്താണ് അറബി ഭാഷയിൽ ഖുത്ബ ഓതുന്നതിലുള്ള ഉപകാരം? ഇദാ ലം യഅരിഫുൽ ഖൗമു, ജനങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്താ കൊണ്ട് ഉപകാരം? ബഹുമാനപ്പെട്ടവരുടെ മറുപടി ബി അന്ന ഫായിദത്തഹ അൽ ഇൽമു ബിൽ വാളി, അതിൻ്റെ ഉപകാരം അൽ ഇൽമു ബിൽ വാളി മിൻ ഹൈസുൽ ജുംലത്തു, മൊത്തത്തിൽ ഒരു വാളാണ്, നന്നാകാൻ വേണ്ടി പറയാന്നുള്ള ഒരു സമീപനം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. അതുണ്ടാകുന്നുണ്ടല്ലോ, അതാണ് മഹാന്മാർ പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട മുഗ്നിയിൽ ഖത്തീബ് ശിർബീനി തങ്ങളും പറഞ്ഞത് കാണാം. ഇൻഖീല മാ ഫായിദത്തുൽ ഖുതുബത്തി ബിൽ അറബിയത്തി ഇദാ ലം യഅരിഫുൽ ഖൗമു, ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ അറബി ഭാഷയിൽ ഖുത്ബ ഓതുന്നതിൻ്റെ ഉപകാരം എന്താണ്? ഉജീബ, മറുപടി ബി അന്ന ഫായിദത്തഹ അൽ ഇൽമു ബിൽ വഅളി മിൻ ഹൈസുൽ ജുംലത്തു, മൊത്തത്തിൽ ഒരു ഉപദേശമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ധാരണ ഉണ്ടായാൽ മതി. എന്തുകൊണ്ട്? ഫഖദ് സറഹു ഫീമാ ഇദാ സമീഉൽ ഖുത്ബത വലം യഫ്ഹമു മഅനഹ അന്നഹ തസിഹു, കാരണം ഫഖഹാ പറഞ്ഞിട്ടുണ്ട്, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, എന്നാൽ കൂടി ഖുത്ബ സഹിഹാണ്. ഇദാ സമീഉൽ ഖുത്ബത വലം യഫ്ഹമു മഅനഹ അന്നഹ തസിഹു, ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാകുക എന്നത് ഒരു വലിയ കാര്യമല്ല, ഈ രൂപത്തിൽ വിലയിരുത്തിയാൽ മതി. അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 2-ാം വാള്യം 489-ാമത്തെ പേജിലും കാണാം. വഫായിദത്തുഹാ ബിൽ അറബിയ മഅദമി മഅരിഫതിഹിം ലഹാ അൽ ഇൽമു ബിൽ വാളി ഫിൽ ജുംല ഖാലഹുൽ ഖാദി ഹുസൈൻ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ആ മൊത്തത്തിൽ ഒരു ഉപദേശമാണ് എന്ന് മനസ്സിലായാൽ മതി എന്ന്. അതുപോലെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി തങ്ങൾ അവിടുത്തെ കൻസുർ റാഗിബീനിലും പറയുന്നത് കാണാം. അതാണ് വ അജാബൽ ഖാദി ഹുസൈൻ അൻ സുആലി മാ ഫായിദത്തുൽ ഖുതുബത്തി ബിൽ അറബിയത്തി ഇദാ ലം യഅരിഫുൽ ഖൗമു ബി അന്ന ഫായിദതഹ അൽ ഇൽമു ബിൽ വഅളി മിൻ ഹൈസുൽ ജുംലത്തു, മൊത്തത്തിൽ ഒരു ഉപദേശമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവരെല്ലാവരും കൃത്യമായി ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരിക്കലും അതിനെ മലയാളീകരിക്കാനോ മറ്റേതെങ്കിലും ഭാഷകളിലേക്കോ കൊണ്ടുപോകാൻ ഒരിക്കലും അവർ അനുവദിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഇത്തരം പ്രയോഗങ്ങൾ.